ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കൺസ്യൂമേഴ്സിന് ലാഭം ഉണ്ടാവും, കൺസ്യൂമേഴ്സിന് നല്ല സന്തോഷം ഉണ്ടാവും. കൺസ്യൂമേഴ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ, അതായത് കസ്റ്റമേഴ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും. വിപണിക്ക് ഉണർവ് നൽകുന്ന ഒരു നല്ല സ്റ്റെപ്പാണ് പ്രധാനമന്ത്രി എടുത്തതും. അതിന് നമ്മൾ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും നന്ദി രേഖപ്പെടുത്തും. GST പരിഷ്കാരം നിലവിൽ വന്നു. നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരികൾ. നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിൽ സംസ്ഥാനം. രാജ്യവ്യാപക പ്രചാരണത്തിന് BJP. ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് തുടരുന്നു. പിണറായിയെയും സ്റ്റാലിനെയും വിമർശിച്ച അണ്ണാമലൈ. கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள் இங்க வாங்கன்னு கூப்பிடும் பொழுதே நமக்கு தெரியும் இது ஐயப்பனுக்காக போடப்படக்கூடிய ஒரு நிகழ்வு கிடையாது. மக்களை ஏமாற்றி அரசியல்ல ஓட்டை வாங்குவதற்காக ஒரு நிகழ்வு இங்க போடுறாங்க என்பது தெள்ள தெளிவாக நமக்கு தெரியும். യഥാർത്ഥ വിശ്വാസികളുടെ സംഗമം എന്ന സംഘാടകർ. ആഗോള അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എത്തിയത് പരിശോധിക്കാൻ BJP. പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കൊലപാതക വിവരങ്ങൾ വിശദീകരിച്ച പ്രതി ഐസക്കിന്റെ FB ലൈവ്. ഞാൻ ഒരു വീട്ടിൽ സ്വർണ്ണം എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കേൾക്കാതെ ഇഷ്ടോതിയിൽ പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തമ്പാനൂർ ഗായത്രി കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം. നിയമ പോരാട്ടത്തിന്റെ വിജയമെന്ന കുടുംബം. തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. BJPയെ വെട്ടിലാക്കിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. അതീവ ഗൌരവമുള്ള വിഷയമെന്ന V ശിവൻകുട്ടി. മരണത്തിന് കാരണം CPM-ഉം പോലീസുമെന്നും ആവർത്തിച്ച് BJP. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്. KG ഷൈനിനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പോലീസ് നടപടി. കോൺഗ്രസ് നേതാവിന് വീട്ടിൽ പരിശോധന. മൊബൈൽ പിടിച്ചെടുത്തു. ഗോപാലകൃഷ്ണൻ ഒളിവിലെന്ന് പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. സ്വന്തം ജനതയ്ക്ക് മുകളിൽ ബോംബിട്ട് പാകിസ്ഥാൻ വ്യോമസേന. ഖൈബർ പഖ്തൂൺഖ്വയിൽ 30 പേർ കൊല്ലപ്പെട്ടു. പാക് അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് രാജ്നാഥ് സിംഗ്. വെടിയൊച്ച നിലയ്ക്കാതെ ഗാസ. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് നെതന്യാഹു. ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകൾക്കായി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിൽ. S ജയശങ്കർ മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തും. H1B വിസ ഫീസ് വർധനയിൽ ആശങ്ക അറിയിക്കും. റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില കുതിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിലും കുടുംബ ബജറ്റിലും വലിയ ആശ്വാസം നൽകുന്ന GST ഇളവ് പ്രാബല്യത്തിൽ. അവശ്യ സാധനങ്ങൾ മുതൽ വാഹനങ്ങൾക്ക് വരെ വലിയ ഇളവുകളാണ് ലഭിക്കുക. ജീവൻ രക്ഷാ മരുന്നുകൾക്കും ഇനി വില കുറയും. അതേസമയം ആഡംബര വാഹനങ്ങൾക്കും കാർബണേറ്റഡ് പാനീയങ്ങൾക്കുമൊപ്പം ലോട്ടറിയുടെ നികുതിയും 40% ഉയർത്തി. GST ഇളവ് സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് ധനകാര്യമന്ത്രിയുടെ പ്രതികരണം. GST പരിഷ്കരണം ചില്ലറ വിൽപ്പന മേഖലയിൽ പ്രതിഫലിക്കാൻ ദിവസങ്ങളെടുക്കും. എങ്കിലും പരിഷ്കരണം നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച GST പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങൾ ഈ പ്രാദേശിക തലത്തിലുള്ള റീറ്റെയിൽ കച്ചവടക്കാരിലേക്ക് എത്താൻ ഇനിയും സമയം എടുക്കുമെന്ന് തന്നെയാണ് കച്ചവടക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്ക് ലാഭം കുറയാണെങ്കിലും കൂടി നമുക്ക് ഒരു കാര്യം സന്തോഷിക്കാം. നമ്മളിപ്പം സാധനം വാങ്ങിക്കാൻ വരുന്ന ആളുകളെ കൈമൊന്നും ആ പ്രൊഡക്റ്റിന് അതിനേക്കാളും വില കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ.
പണ്ട് അവന്റെ സാമ്പത്തിക സ്ഥിതി കുറവുള്ളതിനെ കൊണ്ട് ഒരു സോപ്പ് ഒരു പേസ്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആള് വില കുറച്ച് കുറയുമ്പോഴേ ഈ നമ്പർ ഓഫ് സാധനങ്ങൾ കൂട്ടല്ലോ. അപ്പോ അതായത് ബജറ്റിൽ ചില കാര്യങ്ങൾ അങ്ങ് ചുരുക്കി പിടിക്കുന്നത് ഇച്ചിരൂടെ അയച്ചുവിടും. അയച്ചുവിടുമ്പോ കൺസ്യൂമേഴ്സിന് ലാഭം ഉണ്ടാവും, കൺസ്യൂമേഴ്സിന് നല്ല സന്തോഷം ഉണ്ടാവും. കൺസ്യൂമേഴ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ, അതായത് കസ്റ്റമേഴ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും. ചെറുകിട കച്ചവടക്കാർക്ക് കൂടുതൽ സാധനങ്ങൾ വിറ്റുപോകും, ആളുകൾ കൂടുതൽ വാങ്ങൽ ശേഷി ഉണ്ടാവും. പക്ഷേ ഈ വലിയ കമ്പനികളൊക്കെ പലപ്പോഴും ഈ ലക്ഷക്കണക്കിന് ആണ് അവരുടെ കൈവശം സ്റ്റോക്ക് ഇരിക്കുന്നത്. ആ സ്റ്റോക്കുകൾ ഈ ഓൺലൈൻ ബില്ലിംഗ് ഒക്കെ നടക്കുന്ന മാളുകൾ പോലെയുള്ള ഇടങ്ങളിലൂടെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എടുത്ത ഈ സ്റ്റെപ്പ് മൊത്തം വിപണിക്ക് ഉണർവ് നൽകുന്ന ഒരു നല്ല സ്റ്റെപ്പാണ് പ്രധാനമന്ത്രി എടുത്തതും. അതിന് നമ്മൾ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും നന്ദി രേഖപ്പെടുത്തും. കാരണം പർച്ചേസിംഗ് പവർ ഓട്ടോമാറ്റിക്കലി അവരുടെ സേവിംഗ് കൂടുമ്പോൾ അത് അവരുടെ പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ അവർ കൂടുതൽ സാധനം വാങ്ങാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ സേവിംഗ് കയ്യിൽ കൂടുതലുണ്ടാവും. അത് ബാങ്ക് ഡെപ്പോസിറ്റ്, പിന്നെ രാജ്യത്തിന്റെ ബെനിഫിറ്റ്. അപ്പോൾ മൊത്തത്തിൽ വിൻ വിൻ ആണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡിസിഷൻ ദാറ്റ് ഗവൺമെന്റ് ഹാസ് ടേക്കൻ ആൻഡ് വി ആസ് എ പീപ്പിൾ അപ്രൂവ് ദിസ് വെരി. കോഴിക്കോട് പോലെയുള്ള മിഠായി തെരുവിലൊക്കെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് റീറ്റെയിൽ മേഖലയാണ്. താനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഉണ്ടാവുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിട്ടില്ല. എന്നാലും ഇങ്ങനെ ഉള്ളതിന് എന്താ പറയാ, ഒന്ന് ക്ലാരിഫിക്കേഷൻ ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും കച്ചവടത്തിന് മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈവൻ കാർ മേടിക്കുന്നവരൊക്കെ CC ഒക്കെ ഉണ്ട് തോന്നുന്നു. 1.2, 1.6 അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. പക്ഷെ ഫൈനലി കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. വീടുണ്ടാക്കുന്ന ഒരാൾക്ക് അതെ, ഗുണം ചെയ്യും. അതെ, എസ്റ്റിമേറ്റ് കുറയും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറയും. പക്ഷെ അറിയില്ല ഇനി എന്താണ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്കറിയില്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ചില്ലറ വിൽപ്പനക്കാരിലേക്ക് GST പരിഷ്കാരത്തിന്റെ ഫലങ്ങൾ എത്താൻ വൈകും. പക്ഷേ മൊത്തത്തിലുള്ള വാങ്ങൽ ശേഷി കൂടും, കൂടുതൽ സാധന സാമഗ്രികൾ ആളുകൾ വാങ്ങിക്കൂട്ടും എന്നതാണ് അനുകൂല ഘടകമായി കച്ചവടക്കാർ വിലയിരുത്തുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയെന്ന് BJP നേതാവ് K. അണ്ണാമലൈ. ഭഗവത്ഗീത 18 അധ്യായവും പഠിക്കാൻ പിണറായി തയ്യാറാകണം. ഒരു ഭക്തൻ എങ്ങനെയാവണമെന്ന് പിണറായി വിജയൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഭക്തനാണെങ്കിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തി നൽകാൻ സർക്കാർ തയ്യാറാകണം. അയ്യപ്പനെ തൊട്ടാൽ വിടില്ല എന്നതാണ് ഇവിടുത്തെ ജനങ്ങൾ തെളിയിച്ചത്. പിണറായി വിജയന് ബ്രാഹ്മിൻ ഫോബിയയാണ്. അയ്യപ്പനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് K. അണ്ണാമലൈ പറഞ്ഞു. குளோபல் ஐயப்பா கான்ஃபரன்ஸ் என்கின்ற பெயரில் அனைத்துலக ஐயப்பன் பக்தர்களை ஒருங்கிணைத்து இங்கே கேரள மாநிலத்தினுடைய கம்யூனிஸ்ட் அரசு ஒரு விழாவை ஏற்பாடு செய்திருந்தார். இதில் ரொம்ப ஆச்சரியமான விஷயம், இந்த விழாவிற்கு முக்கிய விருந்தினராக யாரை அழைத்தார்கள் என்பதுதான் முக்கியம். தமிழகத்தினுடைய முதலமைச்சராக இப்ப இருக்கக்கூடியவர், சனாதன தர்மத்தை வேரோடு அறுக்க வேண்டும் என்று நினைக்கக்கூடியவர், எங்களுடைய முதலமைச்சர் திரு மு க ஸ்டாலின் அவருடைய மகன் உதயநிதி ஸ்டாலின் சனாதன தர்மம் என்பது டெங்கு மஸ்கிட்டோ கொசுவை போன்றது, அதை ஒழித்தளிக்க வேண்டும் என்று சென்னையில் 2 ஆண்டுகளுக்கு முன்பு ஒரு நிகழ்வு நடத்தியவர். அதுல திரு மு க ஸ்டாலின் அவர்களை இந்த நிகழ்வுக்கு முக்கிய விருந்தினராக கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள் இங்க வாங்கன்னு கூப்பிடும் பொழுதே நமக்கு தெரியும் இது ஐயப்பனுக்காக போடப்படக்கூடிய ஒரு நிகழ்வு கிடையாது. மக்களை ஏமாற்றி அரசியல்ல ஓட்டை வாங்குவதற்காக ஒரு நிகழ்வு இங்க போடுறாங்க என்பது தெல்ல தெளிவாக நமக்கு தெரியும். ஆனா திரு ஸ்டாலின் அவர்களையும் திரு பினராயி விஜயன் அவர்களையும் நான் அவர்களை எப்படி அழைப்பேன் என்று சொன்னால் நாஸ்திக் டிராமாச்சாரி என்றுதான் அழைப்பேன். அதாவது நாத்திகத்தை விரும்பக்கூடிய, டிராமா நடத்த வேண்டும் என்று நினைக்கக்கூடிய 2 நபர்கள் இணைந்து நாஸ்திக் டிராமாச்சாரியாக இந்த நிகழ்வை நடத்தி முடித்திருக்கின்றார். திரு விஜயன் அவர்களுக்கு ஐயப்பனை பற்றி ஒரு மாநாடு நடத்துவதற்கு என்ன உரிமை இருக்கிறது என்பதுதான் அடிப்படையான ஐயப்ப பக்தர்கள் கேட்கக்கூடிய ஒரு கேள்வி. மாநாடு நடத்துவதற்கு உங்களுக்கு என்ன உரிமை இருக்கு? இந்த கேரளத்தில் கம்யூனிஸ்ட் அவர்களை பார்த்து இங்க குளோபல் ஐயப்பா கான்ஃபரன்ஸ், இருவரும் கடவுளை பற்றி பேசுவதற்கு அடிப்படையில் எந்த ஒரு தகுதியும் இல்லாதவர்கள் அன்பு சொந்தங்கள். இதுல ஆச்சரியம் என்னன்னா, கடவுளே இல்லை என்று சொல்லக்கூடியவர், கடவுளை நம்பாத திரு விஜயன் அவர்கள் மேடைக்கு வந்து பகவத்கீதையை பத்தி நமக்கு பாடம் எடுக்கிறார். ஆச்சரியம் பாருங்க. ஒரு அப்பதான் நினைச்சேன், கேரளால கம்யூனிஸ்ட்காரங்கெல்லாம் இன்னைக்கு பகவத்கீதையை படிக்க ஆரம்பிச்சாங்கன்னா என்ன ஆகும்னு யோசிச்சு பாருங்க. அதாவது ஒரு பக்தன் எப்படி இருக்க வேண்டும் என்று விஜயன் அவர்கள் நமக்கு பாடம் எடுக்கிறாங்க. அந்த மாதிரி பக்தனா நீங்க எல்லாம் இருங்கன்னு கடவுளை நம்பாத விஜயன்,
ஆனா பிரச்சனை என்னன்னாங்க, அவர் 12வது சாப்டருக்கு மேல அவர் படிக்கல. தயவு செய்து ஐயப்பனை அரசியல் ஆக்காது. தயவு செய்து ஐயப்பனை தனியா விட்டுருங்க. இன்னைக்கு உச்ச நீதிமன்றத்தில் ரிவ்யூ பெட்டிஷன் லார்ஜர் கான்ஸ்டிடியூஷனல் பெஞ்சில் இருக்கும் பொழுது எதற்கு தேவையில்லாத வேலையை செய்யறீங்க? இன்னைக்கு ஐயப்பனுக்கு உண்மையாலும் நல்லது செய்ய வேண்டும் என்று விஜயன் அவர்கள் நினைச்சா സുപ്രീം കോടതി മുന്നാടി നിങ്ങൾ പോട്ടിരിക്കக்கூடிய അഫിഡവിറ്റ് മാറ്റി പോടും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വേദിയിൽ വായിച്ചു. സിഎഎ വിരുദ്ധ സമരത്തിലെ ക്രിമിനൽ കേസുകൾ അടക്കം സർക്കാർ പിൻവലിച്ചപ്പോൾ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് ശബരിമല കർമ്മസമിതി പ്രസിഡന്റ് SJR കുമാർ വിമർശിച്ചു. യുവതീ പ്രവേശനത്തിൽ നിലപാട് തിരുത്തി കോടതിയെ അറിയിക്കണമെന്നും SJR കുമാർ ആവശ്യപ്പെട്ടു. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് കേരള മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് കേരളത്തിൽ നടന്ന CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരും ശബരിമല പ്രക്ഷോഭകാലത്ത് 2018-19 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന കേസുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കള്ളക്കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരുടെ എല്ലാം കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞ ഈ സർക്കാർ CAA വിരുദ്ധ സമരത്തിന്റെ എല്ലാ തരത്തിലുള്ള കേസുകൾ, എല്ലാ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ വരെ പിൻവലിച്ചപ്പോൾ യാതൊരു തെളിവോ ഒരു മൊഴിയോ ഒരു സാക്ഷിയോ ഇല്ലാത്ത വീടുകളിൽ കഴിഞ്ഞിരുന്നവരുടെ പേരുമെടുത്ത കേസുകൾ ഇന്നും നിലനിൽക്കുന്നു. നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്, നമുക്കറിയാം. നിങ്ങളുടെ എല്ലാം വികാരമാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നു എന്ന് പരിശോധിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിന് അയ്യപ്പൻ വിളക്കിന്റെ ആളുപോലും ഉണ്ടായിരുന്നില്ലെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു. യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിൽ പാക് വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 30 പേർ മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്ക് ഭീകര സംഘടനയായ തെഹ്രീക്ക് ഇ താലിബാൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. അതേസമയം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുഴുവൻ സാധാരണക്കാരാണെന്നാണ് റിപ്പോർട്ട്. പഷ്തൂൺ ഗോത്ര വിഭാഗക്കാർ ഏറെയുള്ള ഗ്രാമത്തിന്റെ വലിയൊരു വിഭാഗം ആക്രമണത്തിൽ തകർന്നതായാണ് വിവരം. പാക് അധിനിവേശ കശ്മീരിന്റെ നിയന്ത്രണം ഇന്ത്യ തിരിച്ചുപിടിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നിലവിലെ ഭരണകൂടത്തിൽ നിന്ന് മേഖലയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നതിനാൽ ആക്രമണോത്സുകമായ നടപടികളിലേക്ക് കടക്കാതെ തന്നെ അത് സാധ്യമാകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. മൊറോക്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ 46 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് 19 സ്ത്രീകളടക്കം 40 പേർ കൊല്ലപ്പെട്ടത്. അതേസമയം സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. UK അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും ബോംബ് വെച്ച് തകർക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ലോകസമാധാന ദിനമായ ഇന്നലെയും ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടർന്നു. അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിൽ 19 സ്ത്രീകളടക്കം 46 പേർ കൊല്ലപ്പെട്ടു. നാല് ലക്ഷത്തോളം പലസ്തീൻകാർ ഗാസ സിറ്റി വിട്ടുവെങ്കിലും 6 ലക്ഷത്തിലേറെ പേർ യുദ്ധഭൂമിയിൽ തുടരുകയാണ്. ഇതിനിടെ യുദ്ധം നിർത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ആയിരക്കണക്കിന് ഇസ്രായേൽ പൗരന്മാർ പ്രകടനം നടത്തി. הוא מכיר בדיוק כמונו את האינדיקציות המודיעיניות לסכנה שבכיבוש עזה. הוא מכיר את הסכנה נמצאת מעל ראשם של החטופים והחיילים. UK അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകില്ല.
വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്നും US സന്ദർശനത്തിന് ശേഷം ഈ രാജ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. I have a clear message for those leaders who recognize a Palestinian state after the horrific massacre on October 7. You are giving a huge reward to terrorism. And I have another message for you. It will not happen. A Palestinian state will not be established west of the Jordan River. For years, I've prevented the establishment of this terrorist state, despite tremendous pressure both domestically and internationally. We did this with determination, and we did it with diplomatic wisdom. Moreover, we doubled Jewish settlement in Judea and Samaria, and we will continue on this path. ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വരും ദിവസങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഏതാനും പാശ്ചാത്യ രാജ്യങ്ങളും ഇത് ചെയ്യുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകൾക്കായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിലെത്തി. ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകൾ ഇന്ന് ന്യൂയോർക്കിൽ പുനരാരംഭിക്കും. US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്, US വ്യാപാര പ്രതിനിധി ജെമിസൺ ഗ്രിയർ തുടങ്ങിയവർ ചർച്ചകളുടെ ഭാഗമാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാർ ഉടൻ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണെന്നാണ് വിവരം. അതേസമയം ഇന്ത്യ-US ചർച്ചകളിൽ H-1B വിസയുടെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട ആശങ്ക ഇന്ത്യ അറിയിക്കും. അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് കൂടിക്കാഴ്ച. H-1B വിസ ഫീസ് വർധന പ്രാബല്യത്തിൽ വന്നു. പുതിയ അപേക്ഷകൾക്ക് $1,00,000 ഫീസാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയിരിക്കുന്നത്. ഇതോടെ പുതിയ വിസ നയം ടെക് രംഗത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സും രംഗത്തെത്തി. സ്വർണ്ണവില ഇന്ന് വീണ്ടും കൂടി. പവന് രാവിലെ 82,560 രൂപയായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം 360 രൂപ കൂടി 82,920 രൂപയായി. രാവിലത്തേക്കാൾ 45 രൂപയാണ് ഉച്ച കഴിഞ്ഞപ്പോൾ കൂടിയത്. ഗ്രാമിന് ഇന്ന് 10,365 രൂപയായി വില. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,700 കടന്ന് $3,718 എത്തിയിട്ടുണ്ട്. സ്വർണ്ണവില വലിയ തോതിൽ കുതിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. IAS ഉദ്യോഗസ്ഥൻ B. അശോകിന്റെ സ്ഥലം മാറ്റത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ സർക്കാർ അപ്പീൽ പരിഗണിക്കാനാണ് ഹൈക്കോടതി വിസമ്മതിച്ചത്. സർക്കാരിന്റെ എതിർവാദങ്ങൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തന്നെ പരിഗണിക്കട്ടെ എന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. സർക്കാർ പ്രത്യേക അപേക്ഷ നൽകിയാൽ ഉടൻ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ഹർജിയിൽ B. അശോക് ഗവർണറെ കക്ഷി ചേർത്തതിനെയാണ് സർക്കാർ പ്രധാനമായും എതിർക്കുന്നത്. ഇക്കാര്യത്തിൽ CAT തീരുമാനമെടുക്കട്ടെ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. CATയുടെ തീരുമാനത്തെ സർക്കാരിന് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതോടെ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. നമ്മുടെ ആളുകളെ സഹായിച്ചെങ്കിലും പണം തിരിച്ചടയ്ക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കി എന്ന് കത്തിൽ പരാമർശമുണ്ട്. കത്തിലെ ഈ പരാമർശം CPM ആയുധമാക്കുമ്പോൾ CPMഉം പോലീസുമാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതെന്ന ആരോപണവുമായി BJPയും രംഗത്തുണ്ട്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP ഇന്ന് മാർച്ച് നടത്തി. BJP നേതാക്കളുടെ ഭരണസമിതി നേതൃത്വം നൽകുന്ന സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഭാഗമായാണ് അനിലിന് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്ന കത്താണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സഹകരണ സംഘത്തിൽ കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. അതിൽ ഒരു ഭാഗം പ്രധാനമായും CPM ആരോപിക്കുന്നത് BJP RSS നേതാക്കൾ പറഞ്ഞതുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം നിരവധി ആളുകൾ വായ്പ എടുത്തിരുന്നു. അതൊന്നും തിരിച്ചടയ്ക്കാത്തതാണ് അനിലിനെ സമ്മർദ്ദത്തിലാക്കിയതും ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതുമാണ് CPMന്റെ ആരോപണം. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന പരാമർശങ്ങൾ ഈ അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ആവശ്യത്തിലധികം സമയം പലർക്കും നൽകിയിട്ടുണ്ട്. FTIയുള്ള ആളുകൾ നിരന്തരം ഓഫീസിൽ വന്ന് സമ്മർദ്ദമുണ്ടാക്കുന്നു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. മറ്റ് നടപടികൾ കൊണ്ടൊന്നും ഒന്നും ചെയ്യാതെ സമയം നീട്ടിക്കൊണ്ടു പോകുന്നു. പല അവധി പറഞ്ഞ് തിരിച്ചടവിൽ കാലതാമസം ഉണ്ടാക്കുന്നു. ഞാനോ സഹകരണ സംഘത്തിലെ മറ്റുള്ള ഭരണസമിതി അംഗങ്ങളോ ഇതിൽ ഒരു രൂപ പോലും ക്രമക്കേട് നടത്തിയിട്ടില്ല. പക്ഷേ ഈ സഹായിച്ച ആളുകൾ പലരും പണം തിരിച്ചടയ്ക്കാത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദമാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് അനിലിൻ്റെ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. പാർട്ടി നേതാക്കൾ ഇത് പരിശോധിക്കണമെന്നും അനിൽ പറയുന്നുണ്ട്. എന്നാൽ പാർട്ടിയെ ഏത് തരത്തിൽ നേരിട്ട് BJPയെ പേര് പറഞ്ഞുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലൊന്നും ഈ ആത്മഹത്യാ കുറിപ്പില്ല. പക്ഷേ പാർട്ടി നമ്മുടെ ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകി, അത് പണം നൽകി, അത് തിരിച്ചടച്ചില്ല എന്നൊരു പരാമർശമാണ് പ്രധാനമായും കത്തിലുള്ളത്. ഇതാണ് CPM ആയുധമാക്കുന്നത്. അനിലിൻ്റെ മരണത്തിന് പിന്നിൽ BJP RSS നേതാക്കൾ തന്നെയാണ്. അവരാണ് അനിലിനെ സഹായിക്കാതെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കിയെന്ന വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ പോലീസും
CPM-മാണ് അനിലിന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്ന ആരോപണമാണ് ഉയർത്തുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അനിലിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന വാദമാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തുന്നത്. ഇന്ന് ഇതിൽ പോലീസ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BJP നേതാക്കൾ, BJP പ്രവർത്തകർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ പൂർണ്ണമായും BJP പ്രവർത്തകരും BJP നേതാക്കളും RSS നേതാക്കളുമാണ് അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾക്ക്, അല്ലെങ്കിൽ അവരാണ് കാരണക്കാർ എന്നാണ് CPM-ന്റെ ആരോപണം. ഇത് വലിയ രാഷ്ട്രീയവാദമായി കൂടി, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരം നഗരസഭ ഭരണം നിലനിർത്താനും പിടിക്കാനുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി കൂടി ഇത് മാറുകയാണ്. അനിലിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മരണം BJP-ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ CPM ശ്രമിക്കുമ്പോൾ CPM-ആണ് പ്രതിസ്ഥാനത്ത് എന്ന ആരോപണവുമായാണ് BJP ഇപ്പോൾ രംഗത്ത് വരുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ അനിൽ കുമാറിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം പുറത്തു കൊണ്ടുവരണമെന്ന് BJP നേതാവ് V മുരളീധരൻ. പോലീസ് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണം. ആത്മഹത്യാക്കുറിപ്പിലെ BJP-ക്കെതിരായ പരാമർശം ക്യാപ്സൂളായി AKG സെന്ററിൽ നിന്ന് കിട്ടിയതാണോ എന്നാണ് മുരളീധരന്റെ ചോദ്യം. വായ്പ നൽകിയ ആളുകളോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചാണ് കത്തിലെ പരാമർശം. ആ പരാമർശമാണ് വലിയ വാർത്തയാകുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. പുനലൂർ കലയനാട് കൂത്തനാടിയിലാണ് സംഭവം. പുനലൂരിലെ അൺഎയ്ഡഡ് സ്കൂളിലെ ജീവനക്കാരിയായ ശാലിനിയെ ഐസക് വെട്ടിയും കുത്തിയുമാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഐസക് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തു. താൻ അറിയാതെ അവൾക്ക് പല ബന്ധങ്ങളുമുണ്ടെന്നും അത് പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട് കൊന്നെന്നുമാണ് ഐസക് ലൈവിൽ പറഞ്ഞത്. തുടർന്ന് പ്രതി ഐസക് പോലീസിൽ കീഴടങ്ങി. തിരുവനന്തപുരം തമ്പാനൂരിൽ ലോഡ്ജിൽ യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. കൊല്ലം സ്വദേശിയായ പ്രവീണിനെ ആണ് വഞ്ചിയൂർ കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തത്തിനൊപ്പം 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക കൊല്ലപ്പെട്ട ഗായത്രിയുടെ അമ്മയ്ക്ക് കൈമാറണമെന്നും കോടതി വിധിച്ചു. വിധിയിൽ സന്തോഷമെന്ന് കൊല്ലപ്പെട്ട ഗായത്രിയുടെ സഹോദരി പ്രതികരിച്ചു. നിയമ പോരാട്ടം വിജയം കണ്ടുവെന്നും കുടുംബം പറഞ്ഞു. CPM വനിതാ നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അതിക്രമ കേസിൽ 1-ാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം റൂറൽ സൈബർ പോലീസും പറവൂർ പോലീസും ചേർന്നാണ് CK ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. സൈബർ അധിക്ഷേപത്തിന് ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഈ ഫോണിൽ നിന്നാണോ പോസ്റ്റ് ഇട്ടതെന്ന വിദഗ്ധ പരിശോധനയിലൂടെ ഉറപ്പുവരുത്തുവാനാണ് നീക്കം. അന്വേഷണ സംഘം എത്തിയ സമയത്ത് ഗോപാലകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഗോപാലകൃഷ്ണന് പോലീസ് നോട്ടീസ് അയച്ചു. സൈബർ ആക്രമണ കേസിൽ ഒരാളെ കൂടി പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. യൂട്യൂബറായ കൊണ്ടോട്ടി അബു എന്ന യാസറാണ് 3-ാം പ്രതി. യൂട്യൂബർ KM ഷാജഹാനാണ് കേസിലെ 2-ാം പ്രതി. നടപടികൾ വേഗത്തിലാക്കാൻ മെറ്റയോട് അന്വേഷണ സംഘം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹമാധ്യമ പോസ്റ്റുകളുടെ ഉറവിടത്തെക്കുറിച്ചാണ് മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കേണ്ടത്. പോസ്റ്റുകൾ വന്ന അക്കൗണ്ടുകൾ ഇവർ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 100-ലേറെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. അതിനിടെ തനിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണമെന്ന പരാതിയുമായി CK ഗോപാലകൃഷ്ണന്റെ ഭാര്യ രംഗത്തെത്തി. എറണാകുളം റൂറൽ SP-ക്കും സൈബർ ഡോമിനുമാണ് പരാതി നൽകിയത്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് വീണ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കട്ടിൽമാടത്താണ് സംഭവം. പാതയോരത്ത് നിന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ പിന്നാലെ വന്ന ബസ്സിനടിയിലേക്ക് മറിയുകയായിരുന്നു. പുറകെ വന്ന സ്വകാര്യ ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് ബൈക്ക് യാത്രികന്റെ ജീവൻ രക്ഷിച്ചത്. ബസ് നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കോഴിക്കോട് കല്ലാച്ചിയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ പാഞ്ഞടുത്ത് തെരുവ് നായ്ക്കൂട്ടം. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു നായ്ക്കൾ പാഞ്ഞടുത്തത്. തെരുവ് നായ്ക്കൾക്ക് നേരെ സ്കൂൾ ബാഗ് ഊരിയെറിഞ്ഞാണ് വിദ്യാർത്ഥിനി ഓടി രക്ഷപ്പെട്ടത്. തെരുവ് നായ്ക്കൂട്ടം പിന്നാലെ ഓടിയെങ്കിലും പെൺകുട്ടിക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു.
കോതമംഗലം കളപ്പാറയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി. കളപ്പറ തെങ്ങുമ്മൽ കോളനിക്ക് സമീപമാണ് കാട്ടാനകൾ കൂട്ടത്തോടെത്തിയത്. ആനക്കൂട്ടത്തെ വനപാലകരും കോതമംഗലം RR ടീം ചേർന്ന് ഉൾവനത്തിലേക്ക് തുരത്തി. 4 ആനകളാണ് ദിവസങ്ങളായി ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്നത്. പടക്കം പൊട്ടിച്ചാണ് ഇവയെ ഉൾവനത്തിലേക്ക് തുരത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില ഗ്രാമിന് 10,320 രൂപ, പവന് 82,560 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 8,550 രൂപ, പവന് 68,400 രൂപ. വെള്ളി ഗ്രാമിന് 144 രൂപ, കിലോഗ്രാമിന് 1,40,40,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി നവരാത്രി പ്രത്യേക പരിപാടി ദേവി മഹാത്മ്യം കാണാം.